ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രം പള്ളിപ്പുറം. കേരളത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ ചെറുതാണെങ്കിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണിത്. ചെറായി വരാഹ ക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ വടക്കുമാറി പള്ളിപ്പുറം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. വളരെയധികം മതപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സമുദായമാണ് ഗൗഡസാരസ്വത ബ്രാഹ്മണർ. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ പോർച്ചുഗീസുകാരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ സ്ഥാവരജംഗമ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ച് നാനാദിക്കുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ മുതൽ കൊല്ലം വരെയുള്ള തീരദേശങ്ങളിൽ എത്തിച്ചേർന്നവരാണ് കൊങ്കണദേശക്കാർ അഥവാ കൊങ്കണികൾ. ഏറ്റവും വലിയ സ്വത്തായ ആചാരാനുഷ്ഠാന ധർമ്മങ്ങൾക്കൊപ്പം താങ്കളുടെ ഗൃഹങ്ങളിൽ പൂജിച്ചു വന്നിരുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങളും സാലഗ്രാമങ്ങളും മാത്രമാണ് അവർ കൂടെ കൊണ്ടുവന്നത്. പിൽക്കാലത്ത് കേരളത്തിലെ നാടുവാഴികളുടെ സഹായം കൊണ്ട് ക്ഷേത്രങ്ങൾ പണിത് ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെയുള്ളവയിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പള്ളിപ്പുറം ഗ്രാമത്തിലെ പ്രധാനികളായിരുന്നു കമ്മത്ത് കുടുംബക്കാർ. അവർ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൽ ശ്രീ ലക്ഷ്മീനാരായണനെയും രാമചന്ദ്രമൂർത്തിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. ആയുർവേദ വിധി പ്രകാരമുള്ള വിദഗ്ധ ചികിത്സ പാരമ്പര്യമുള്ളവരായിരുന്നു കമ്മത്ത് കുടുംബക്കാർ. ഈ കുടുംബത്തിലാണ് ശ്രീമദ് ഭുവനേന്ദ്ര തീർത്ഥസ്വാമികളുടെ പൂർവാശ്രമം. ശ്രീകോവിലിലെ സിംഹാസനത്തിന് മുകളിലായി ഇരിക്കുന്ന ഭാവത്തിൽ ലക്ഷ്മീനാരായണ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനു താഴെ സീതാസമേതനായി രാമചന്ദ്രമൂർത്തിയുടെ ഇരിക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹം കാണാം. താഴത്തെ പടിയിൽ സാലഗ്രാമങ്ങളുമുണ്ട്. കടകോലും കയറും ധരിച്ച് ശ്രീകൃഷ്ണനും ഗണപതിയും കൂട്ടത്തിലുണ്ട്. നാലമ്പലത്തിനകത്തായി ശ്രീമദ് ഭുവനേന്ദ്ര തീർത്ഥസ്വാമികളുടെ വെങ്കലം കൊണ്ട് പണിത പൂർണ്ണകായ വിഗ്രഹം ദർശിക്കാം. പുറത്ത് നിരുതകോണിൽ നാഗപ്രതിഷ്ഠയുമുണ്ട്. വടക്ക് ഭാഗത്ത് വ്യാസമന്ദിരവും ആറാട്ടുകുളവും കാണാം. അതിന് ചേർന്നുള്ള പറമ്പിൽ നക്ഷത്രവനം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപം ശ്രീ സുധീന്ദ്ര സഭാസദനം എന്ന പേരിൽ ഒരു ഹാളും പണിതിട്ടുണ്ട്. മാഘമാസത്തിലെ തിരുവോണത്തിന് ആറാട്ട് വരത്തക്ക രീതിയിൽ 4 ദിവസത്തെ ഉത്സവം ആണ്ടുതോറും കൊണ്ടാടുന്നു. രാമചന്ദ്രമൂർത്തിയെ എഴുന്നള്ളിക്കുന്നതിന് ഐരാവതം, ഹനുമാൻ, ഗരുഡൻ, രജത ഗരുഡൻ എന്നിവ വാഹനങ്ങളും വെള്ളി കൊണ്ടുള്ള പല്ലക്കും ഉണ്ട്. അതോടൊപ്പം ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച ചന്ദ്രമണ്ഡല വാഹനവും ഉണ്ട്. ശ്രീമദ് ഭുവനേന്ദ്ര തീർത്ഥസ്വാമികളുടെ പുണ്യതിഥിയിലും ചന്ദ്രമണ്ഡല തേരിൽ എഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. കാശി മഠാധിപതി സ്വാമികളുടെ നിർദ്ദേശപ്രകാരം നിയമിക്കുന്ന വിവിധ ഗ്രാമങ്ങളിലെ സമുദായാംഗങ്ങൾ ചേർന്ന കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ലക്ഷ്മീനാരായണ രഘുപതി സ്വാമികളുടെ ഒപ്പം ശ്രീമദ് ഭുവനേന്ദ്ര തീർത്ഥസ്വാമികളുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഈ ക്ഷേത്രം ഗൗഡസാരസ്വത ബ്രാഹ്മണർ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ഒന്നാണ്. ചെറായി കഴിഞ്ഞ് മുനമ്പം റൂട്ടിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ച് കോവിലകത്തുപടിയിലാണ് ഈ ക്ഷേത്രം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.